ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ കമല പറയാണ് ശിവനോട്, വേറെ ഒന്നുമല്ല പറയുന്നത്, എങ്ങനെയെങ്കിലും മനുവിന്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കുക, ആ അലീനയുടെ മനസ്സ് ഒന്ന് മാറ്റിയെടുപ്പിച്ച് ആ അലീനയെ കൊണ്ട് ആ ശരണ്യയോട്, അലീനയുടെ മനസ്സല്ല അലീനയെ കൊണ്ട് ശരണ്യയുടെ മനസ്സൊന്ന് മാറ്റിയെടുപ്പിച്ചിട്ട് ആ ശരണ്യയെ കൊണ്ട് കോടതിയിൽ മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന മനുഷ്യാന്ന്. ഇത് കേട്ടിട്ട് സ്വൈര്യം ഇല്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ശിവൻ പറഞ്ഞു, ഓക്കെ ഞാൻ പറഞ്ഞു നോക്കാടി എന്നൊന്ന് പറഞ്ഞു. ഏതായാലും അത്രയും കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടും സന്തോഷമായി കമലയ്ക്ക്. കമലേനെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, സ്വന്തം മോനായി പോയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനല്ല, സോറി, ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ മനു ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല മനുവിന് നമ്മുടെ വൈജയനെ കാണാനായിട്ട് ഇതുവരെ പോയില്ലല്ലോ, വൈജ വന്നിട്ട്. മനുവിന് വൈജയനെ കാണാനൊക്കെ ആയിട്ടൊന്ന് പോകണം, ആന്റീനെ കാണാനൊക്കെ ആയിട്ടൊന്ന് പോകണം. അപ്പൊ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ശിവൻ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോവാടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛാ എനിക്ക് നെടുമ്പുരയ്ക്കൽ വരെ ഒന്ന് പോകണം, ഒത്തിരി നാളായില്ലേ അങ്ങോട്ടേക്ക് പോയിട്ട്. മാത്രമല്ല വൈജ ആന്റി വന്നിട്ട് അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല, എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ചെന്നേക്കാം. ഇനിയിപ്പൊ ചെന്നില്ല എന്നൊരു ഇത് വരില്ലേ, ഏതായാലും അവിടെ വരെ ഒന്ന് ചെന്നേക്കാം. ചെല്ലുവാണെങ്കിൽ രോഹിത്തിനെ ഒന്ന് കണ്ട് അതുപോലെ തന്നെ അലീനേനെയൊക്കെ ഒന്ന് കാണാം. പിന്നെ രോഹിത്തിന് ഇപ്പൊ വലിയ മാറ്റം ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അലീന വിളിച്ചപ്പോഴത്തേക്കും അവനിപ്പം അലീന കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്നും ഒരുപാട് മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശിവന്, അത് പിന്നെ അതൊക്കെ പോട്ടെ, അല്ല നീ ഏതായാലും അങ്ങോട്ടേക്ക് പോവുമല്ലേ, അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ എന്താ പറ്റിയത്? അപ്പോഴത്തേക്കും നമ്മുടെ കമല പറയേ അടുത്ത് നിന്ന് ഇങ്ങനെ കാണിക്കുകയാണ് കണ്ണും കൂടെ, പറയും മനുഷ്യെന്ന്. അപ്പൊ നമ്മുടെ കമല കണ്ണും കൊണ്ട് കാണിക്കുന്നൊക്കെ മനു കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ മനു എന്തു പറ്റി രണ്ടുപേരും കൂടെ കണ്ണും കൈയൊക്കെ ഇട്ട് കളിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ലടാ, നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ, ഹരിക്ക് ഇനിയിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണ്ടേ, വേറെ ആരെങ്കിലും വിചാരിക്കുവോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും നമുക്ക് മനുവിനെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല എനിക്ക് പോകണ്ടേ ജോലിക്ക്, എനിക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ട് ശരിയാവോ, ജോലിക്ക് പോകണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു, ഓഹോ അപ്പം അമ്മയുടെ ആരോപദേശമൊക്കെ കേട്ടിട്ട് അച്ഛൻ ഹരിക്ക് വേണ്ടി വാദിക്കാൻ വന്നതാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അതെ, നിങ്ങൾ രണ്ടുപേരും തലയും കുത്തിക്കിടന്ന് പരിശ്രമിച്ചാലും പൊന്നാര മോന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു 100% അവൻ ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല. പിന്നെ ഇല്ലാത്ത പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛ. അവനെ ചെയ്തതിനുള്ള ശിക്ഷയാ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പാപം അവന് ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ആ ജയിലിൽ പോയി കിടക്കുകയും ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ തടയാൻ നമ്മൾ ആരാ? ദൈവമൊന്നും അല്ലല്ലോ. ദൈവം കൊടുത്ത ശിക്ഷ പിൻവലിക്കാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ ആരാ? അത് പറ. അല്ല അച്ഛൻ ദൈവത്തിന്റെ അടുത്ത് ആരെങ്കിലും ആണോ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യത്തില്ലേ, ദൈവത്തിനോട് തന്നെ പോയി പറ, എന്നിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്ക് എന്ന് അങ്ങനെ വല്ലതും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശിവനാണെങ്കിൽ കമലേനെ ഒന്ന് നോക്കണം. അപ്പൊ കമല പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇതാ സംഭവിക്കാൻ പോകുന്നതെന്ന്, നിങ്ങൾ വന്ന് പറഞ്ഞാലും ഇവർ ഇങ്ങനെ പറയത്തോളെന്ന് എനിക്കറിയായിരുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മനു, അപ്പം അമ്മ പറഞ്ഞു വിട്ടത് തന്നെയാണല്ലേ. അമ്മയുടെ വാക്ക് കേട്ട് അച്ഛൻ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ നാണം കെട്ടു പോവുള്ളൂ. എവിടെയെങ്കിലും മകന്റെ കാര്യം പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ, കയറി ചെല്ലാൻ പറ്റുമോ? നാണം കെട്ട് വെളുത്ത് ഇറങ്ങി പോകേണ്ട വരും. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. അമ്മ രാവിലെ എണീറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ എണീറ്റിട്ടൊരു കാര്യം ചെയ്യേ, അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അവന് നല്ല ബുദ്ധി തോന്നാനും അവന് ഇനിയെങ്കിലും അവനെ ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാനും, ജയിലിലെങ്കിൽ ജയിലില് അവന്റെ മനസ്സൊന്ന് മാറാനും. ഈ ജന്മത്തിൽ അമ്മയുടെ മോന്റെ മനസ്സ് മാറാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അവന് തലയ്ക്ക് ഭയങ്കര കനമായിരിക്കും. എന്തിനാ വെറുതെ ഓരോന്ന് ചെയ്ത് കൂട്ടി വെക്കുന്നത്? മഹാപാപങ്ങള് കണ്ടില്ലേ, ഒരാള്
നെടുംപുരയ്ക്കിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ അഹങ്കാരത്തിന് കൈയും കാലും മുളച്ച് ലാസ്റ്റ് ഇപ്പം മൂക്കുകൊണ്ട് കിടന്ന് ക്ഷൈണ വരയ്ക്കുന്നത് കണ്ടില്ലേ വൈജി ആന്റി? അതുപോലെ ആവാതെ ഇരിക്കണമെങ്കിലേ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഇച്ചിരി പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങ് നടക്ക. അതായിരിക്കും അമ്മയ്ക്ക് നല്ലത്. പിന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, അമ്മ പറയുന്ന ഓരോന്ന് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും വെറും ഫ്ലോപ്പ് ആയിപ്പോവും. വെറുതെ എന്തിനാ നാണം കെടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അവൻ തെറ്റ് ചെയ്തവനാണ്, അവൻ ശിക്ഷ അനുഭവിക്കട്ടെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടിയിരിക്കും. പിന്നെ അവൻ ഒരിക്കലും ഈ ജന്മത്തവന് നന്നാകാൻ പോകുന്നില്ല. ഇനിയിപ്പൊ അവനെ വെളിയിൽ കൊണ്ടുവന്ന് ഓർത്തോണ്ട് അവൻ നന്നാകുന്ന ഓർത്തോണ്ടാണോ അച്ഛൻ ഇരിക്കുന്നത്? ഇല്ല, അവൻ ഒരിക്കലും നന്നാവത്തില്ല അച്ഛ. കാരണം അവനെ അങ്ങനെ വഷളാക്കി വെച്ചു. ആരാന്നോ? ഈ അമ്മ. ഇപ്പോഴും അമ്മ പറയുന്നത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ആരെങ്കിലും വിശ്വസിക്കുവോ? ആരെങ്കിലും വിശ്വസിക്കുവോ? അമ്മ മാത്രം വിശ്വസിക്കുന്നു അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അവൻ തെറ്റ് ചെയ്തതിന് കൈ ഉടനെ ശിക്ഷ കൊടുക്കുമായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. എന്ത് ചെയ്യാനാ? നമ്മുടെ കമലയ്ക്ക് കലി വന്നിട്ട് എനിക്കറിയായിരുന്നു, ഇതൊക്കെ എനിക്കറിയായിരുന്നു എന്ന്. അപ്പൊ ശിവൻ പറഞ്ഞു, ഇതൊക്കെ അറിയായിരുന്നെങ്കിലേ നീ എന്തിനാ ഇതൊക്കെ അറിയായിരുന്നെങ്കിൽ എന്നോട് വന്ന് മനുവിനോട് പറയാൻ പറഞ്ഞത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് കയറി പൊക്കോളാൻ പറഞ്ഞു. ശിവനും കലി വന്നു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഗംഗാധരൻ ചോദിച്ചു കേട്ടോ മനുവിനോട്, എവിടെ പോവാടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്ക് ഒന്ന് ഇവിടം വരെ നെടുമ്പുരയ്ക്കൽ വരെ പോകണം, ആന്റി വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലല്ലോ, മാത്രല്ല ഞാന് ഇതുവരെ രോഹിത്തിനെ കണ്ടുമില്ല. ഇപ്പൊ രോഹിത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അത് ഞാനും കേട്ടു, അവന് നല്ല മാറ്റം ഉണ്ടല്ലേ. അലീനെ ആരെയാ മാറ്റി എടുക്കാത്തത് അങ്കളെ? അലീനെ കണ്ടു കഴിഞ്ഞാൽ, അലീനെ തൊട്ട് കഴിഞ്ഞാൽ മാറും, അത് ഉറപ്പാ. ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചെ ഒരു ഇരുട്ടിനകത്ത് കിടക്കല്ലായിരുന്നോ, അവളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന അലീനയാ. അതുപോലെ രോഹിത്തിനെ ഇപ്പൊ മാറ്റി മാറ്റി എടുക്കുക. മാത്രമല്ല അവിടെ പലർക്കും പല മാറ്റങ്ങളും സംഭവിച്ചു എന്നൊക്കെയാ പറയുന്നത്. ഏതായാലും ഞാൻ ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞ് മനു നമ്മുടെ നെടുമ്പുരക്കിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിത ഇങ്ങനെ റൂമിലൊക്കെ ഇരിക്കാൻ കേട്ടോ. അപ്പം ബബിതയ്ക്ക് കോളേജിൽ പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അപ്പം അലീനയ്ക്ക് എങ്ങനെയെങ്കിലും അലീനയെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടേ പറ്റൂ. ഒരു വർഷം പോകൂലേ, സ്വന്തം അനിയത്തിയുടെ ഒരു വർഷം പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീനയ്ക്ക് അത് വലിയ കാര്യം തന്നെയാ. അപ്പൊ അലീന സ്വയമായിട്ട് ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും നമ്മുടെ ബബിതേനെ അവിടെ നിന്ന് പുറത്തേക്കൊന്ന് ഇറക്കണം, ബബിതേനെ ഒന്ന് കോളേജിലേക്ക് വിടണം. അപ്പോഴത്തേക്കും നമ്മുടെ അലീന നേരെ ബബിതയുടെ റൂമിലേക്ക് ചെന്നു. ബബിതയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിക്കുന്നുണ്ട്, അല്ല കോളേജിൽ പോകുന്ന കാര്യം എന്തായി, നീ തീരുമാനിച്ചോ എന്തെങ്കിലും എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, കോളേജിൽ ഈ വർഷം ഏതായാലും ഞാൻ പോകുന്നില്ല, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആര് പറഞ്ഞു ശരിയാവത്തില്ലെന്ന്? എന്തിനാ മോളെ നീ നിന്റെ ഭാവി നശിപ്പിച്ച് കളയുന്നത്? ഒരു വർഷം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് എത്ര മാത്രമാണെന്ന് നോക്കിക്ക്, നിന്റെ പഠിപ്പിനെ ബാധിക്കുന്നതും അതുപോലെ തന്നെ നിന്റെ ഭാവിയെ ബാധിക്കുന്നതും ഒക്കെ. ഒരു വർഷം പെട്ടെന്ന് കടന്നു പോകുന്നൊക്കെ എല്ലാവരും ഒക്കെ പറയും, എങ്കിൽ ഈ ഒരു വർഷം തിരിച്ചു പിടിക്കാനേ ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ സമയം നഷ്ടപ്പെടുത്തരുത്. സമയം ഒരിക്കലും നമ്മുടെ ഒപ്പം ഓടില്ല മോളെ, നമ്മൾ വേണം ടൈമിനൊപ്പം ഓടാനായിട്ട്. അതാ പറഞ്ഞത്. ഈ ഒരു വർഷം കൊണ്ട് മോക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെങ്കിലോ, വെറുതെ ഈ ഒരു വർഷം കളയേണ്ട ആവശ്യമുണ്ടോ? മോളൊരു കാര്യം ചെയ്യാം, മോള് ധൈര്യമായിട്ട് കോളേജിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എല്ലാവരെയും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എല്ലാവരെയും ഫേസ് ചെയ്യാൻ എന്തിനാ ബുദ്ധിമുട്ടുണ്ടാകണത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? രോഹിത്തിന്റെ അനിയത്തിയാണ് എന്ന് പറയുന്നത് കൊണ്ടാണോ ഈ ബുദ്ധിമുട്ട്? ഏറെക്കുറെ അതൊക്കെ തന്നെയാണല്ലോ. റേപ്പ് ലിസ്റ്റിൽ പെട്ട ഒരാളുടെ അനിയത്തി എന്ന് പറയുന്നതില് അപമാനമല്ലേ എനിക്ക്? എനിക്ക് വലിയ ക്രെഡിറ്റ് ഒന്നും അല്ലല്ലോ. റേപ്പ് ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ അനിയത്തി, അങ്ങനെയല്ല ഇനിയിപ്പോൾ അറിയപ്പെടാൻ പോകുന്നത്. റേപ്പ് ലിസ്റ്റിൽപ്പെട്ട ഒരാളുടെ അനിയത്തി എന്ന് അറിയപ്പെടുന്നതിലുപരി അതിൽ നിന്നും രക്ഷപ്പെട്ട നിരപരാധിയായ ഒരു പയ്യൻ ഇത്രയും നാൾ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു പയ്യന്റെ അനിയത്തിയാ അത് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉദ്ദേശവും കൂടെയല്ലേ. വലിയ പത്രത്തിന്റെ ആ ഫ്രണ്ട് പേജിൽ വലിയ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വന്നൊരു സമയം ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടല്ലോ. റേപ്പ് ലിസ്റ്റിൽപ്പെട്ട രണ്ടാമത്തെ പ്രതിയാണ് നമ്മുടെ രോഹിത് എന്ന്. പക്ഷെ ഒരു ചെറിയ കോളത്തിലാണ് അവന്റെ പേര് നിരപരാധിയായപ്പോ വന്നിട്ടുള്ളത്. അതും പത്രത്തിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ പേജിലൊക്കെ. അതൊക്കെ ആരാ മാറ്റി കൊടുക്കേണ്ടത്? നമ്മളല്ലേ. എല്ലാവരെയും പറഞ്ഞ് തിരുത്തേണ്ടത് നമ്മളാണ്. ഇപ്പോഴും പലർക്കും തെറ്റിദ്ധാരണയുണ്ട്.
രോഹിത് തെറ്റുകാരനാണെന്ന്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മാഞ്ഞു പോവുള്ളൂ. പിന്നെ ഈ പറയുന്നവര് പറയും. അവരുടെ ആരുടെയും വായ മൂടിക്കെട്ടാനായിട്ടേ നമുക്ക് പറ്റത്തില്ല മോളെ. പിന്നെ എന്തിനാ നമ്മൾ അതിന് പരിശ്രമിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു വർഷം, ഈ ഒരു വർഷം ഈ പറയുന്നവര് ആരെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ട് തരുവോ? ഇല്ലല്ലോ. അല്ല, നിനക്ക് ഈ ഒരു വർഷം, നീ ഇങ്ങനെ ഒരു വർഷം പോയി ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം, നിനക്ക് ഒരു വർഷം മുമ്പ് ജോലി കിട്ടാനുള്ളത് ആ ഒരു വർഷം കഴിഞ്ഞേ ജോലി കിട്ടത്തുള്ളൂ. നിനക്ക് സന്തോഷിക്കാനുള്ളത്, നിനക്ക് ആസ്വദിക്കാനുള്ള ജീവിതം, അതൊക്കെ എന്തിനാ മോളെ മാറ്റി വെക്കണത്? ഒരാൾക്ക് വേണ്ടി ഒന്നും നമ്മൾ മാറ്റി വെക്കരുത്. മോളുടെ ജീവിതത്തിന് വേണ്ടി മോള് തന്നെ ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ ഒരിക്കലും അതിന്റെ പിന്നിൽ വേറെ ആരും ഇറങ്ങിത്തിരിക്കാൻ കാണത്തില്ല. ഇത്രയൊക്കെ പ്രായമായില്ലേ മോക്ക്? അതുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ദേ, എന്തിനാ വെറുതെ നാണക്കേടാ അതാ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാതിരിക്കുന്നത്? തല ഉയർത്തിപ്പിടിച്ച് ധൈര്യമായിട്ട് ചങ്കുറപ്പോട് കൂടി തന്നെ ചെന്ന് നോക്ക്. ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിതയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നമ്മുടെ അലീന ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ബബിത പറഞ്ഞു, അതെ ഒന്ന് നിന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന നിന്നപ്പോഴത്തേക്കും, ഞാനേ കോളേജിലൊക്കെ പോകാം, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് അലീനയോട് ചോദിക്കുകയാണ് നമ്മുടെ ബബിത. ഇത് കേട്ടതും അലീനയ്ക്ക് അങ്ങോട്ട് അതിശയമായി പോയിട്ട്, അലീന, ഞാൻ വരാനോ കോളേജിലോ? ഞാൻ വരുന്നത് കൊണ്ട് നിനക്ക് കുഴപ്പമില്ല? ഏയ്, എന്ത് കുഴപ്പം? എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് ധൈര്യമുള്ളൂ. എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനും വരാമല്ലോ. അതിനിപ്പോൾ എന്താ? ഞാൻ നിന്നെ കൊണ്ടുപോയി കോളേജിലാക്കാം. ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാനുള്ള മറുപടി പറയാം. അതിനിപ്പോൾ എന്താ? എന്നാ പിന്നെ ഞാൻ കോളേജിൽ പോകാം അല്ലേ? മോള് റെഡി ആയിക്കോ, എന്നാൽ ഞാൻ റെഡി ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അലീനയ്ക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ വൈജി അല്ലല്ലോ, ബബിത സമ്മതിക്കുക മാത്രമല്ല അലീനോട് ചെല്ലാനും കൂടെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെ അലീനയുടെ മനസ്സിൽ കാണാതിരിക്കത്തുള്ളൂ. ഞാൻ അച്ഛനോട് ഇപ്പൊ പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന നേരെ ഓടിപ്പോകുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക്. ബാലചന്ദ്രൻ എന്തോ അവിടെ ഫ്രഷ് ആവൊക്കെ ആയിരുന്നു. അലീന വന്നിട്ട് അച്ഛാന്ന് വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്കും, എന്താടി പെണ്ണേ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അച്ഛാ ബബിതയെ കോളേജിൽ പോകുന്നത് സമ്മതിച്ചച്ചാന്ന്. ഇത് കേട്ടത്, ബബിത കോളേജിൽ പോകുന്നു സമ്മതിച്ചെന്നോ? ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? അച്ഛാ, ഇത് യാഥാർത്ഥ്യമാണ്. ഈ സ്വപ്നമൊന്നും അല്ലെന്ന് പോയി കയ്യിലൊക്കെ ചെന്നൊരു പിച്ച് വെച്ചിപ്പോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛാ അലീന സമ്മതിച്ചു. നല്ല കാര്യം. നിന്നെ കൊണ്ട് എന്താടി പറ്റാത്തത്? നീ എല്ലാരെ കൊണ്ടും ഓരോന്ന് സമ്മതിപ്പിച്ചെടുക്കാണല്ലോ. നീ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക് സൃഷ്ടിക്കുന്ന മജീഷ്യൻ. എവിടെന്നാ ഈ മാജിക്കൊക്കെ നീ പഠിച്ചത്? ഈ മാജിക്കൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രജിത്താമ്മയാ. എൻ്റെ പ്രജിത്താമ്മ മാജിക്ക് നന്നായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാജിക്ക് മാത്രമല്ല, മാജിക്കിൽ കൂടെ നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ആരാ അച്ഛാ മാറാത്തത്? സ്നേഹം കൊടുത്താൽ മാറാത്ത ഒരാളുണ്ട്. പറയണോ ആരാന്ന്? നിന്റെ അമ്മ. ഓ അമ്മയോ? ദേ, അതൊക്കെ അങ്ങോട്ട് വിട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ അമ്മ എന്നെ സ്നേഹിച്ചാൽ മതി. ഞാൻ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് മനസ്സുള്ളപ്പം എന്നെ സ്നേഹിച്ചോട്ടെ. പക്ഷെ എൻ്റെ കൂടപ്പിറപ്പുകൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? രോഹിത് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? ദേ, ഇപ്പം ബബിതയ്ക്കെല്ലാം മനസ്സിലായില്ലേ? അത് മതി അച്ഛാ, സന്തോഷമായി, എനിക്ക് സന്തോഷമായി. എന്തോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഞാൻ പോയി അവൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അവൾ സമ്മതിച്ചതല്ലേ, മനസ്സ് മാറുന്നതിന് മുമ്പേ അങ്ങ് അവളെ കൊണ്ടുപോയേക്കാന്നൊക്കെ പറയാണ്. ഏതായാലും കൃഷ്ണമോളും ഈ കാര്യം അറിഞ്ഞിട്ട് കൃഷ്ണമോൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണമോളാണെങ്കിൽ നമ്മുടെ ബബിതേനെ ഇട്ട് വാരുകയാണ് കേട്ടോ. ബബിത ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും, എന്ത് പറ്റി കോളേജിൽ പോകാന്ന് തീരുമാനിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ, നിനക്ക് പോകാൻ പിന്നെ എനിക്ക് പോകത്തില്ലേ എന്നൊക്കെ നമ്മുടെ ബബിത പറയാണ്. മനസ്സിലായി. അലീന ചേച്ചി മനസ്സ് മാറ്റിയെടുത്തായിരിക്കില്ലേ? എനിക്കറിയാം, അലീന ചേച്ചി മനസ്സ് മാറ്റിയെടുത്തത് തന്നെയാ. അലീന ചേച്ചിനെ കൊണ്ടേ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അലീന ചേച്ചി ഇങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൃഷ്ണമോളും അലീനെ കുറിച്ച് 100 വർത്താനം 100 നാവ് പറയാണ് കേട്ടോ. 100 വർത്താനം എന്ന് പറഞ്ഞാൽ 100 വർത്താന. അത് നമ്മുടെ മനു വരികയാണ്. അപ്പൊ മനു വന്ന് കോളിംഗ് ബെൽ അടിച്ചു. നമ്മുടെ അലീന കിച്ചണിൽ ഭയങ്കര പരിപാടിയൊക്കെയാണ് കേട്ടോ. ടിഫിനൊക്കെ കൊടുത്തു വിടാനൊക്കെ ആയിട്ടെ, ലഞ്ചൊക്കെ ബോക്സൊക്കെ തയ്യാറാക്കണ്ടേ. അപ്പം നമ്മുടെ കൃഷ്ണമോള് ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും, ആഹാ രാവിലെ വന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഒന്നുമില്ല. അല്ല എന്തി നിന്റെ അമ്മ എന്തിയെ? അല്ല, വാശി പിടിച്ച് വേറെ റൂമൊക്കെ എടുക്കുവോ വീടൊക്കെ എടുക്കുവോ എന്ന് പറഞ്ഞിട്ട്. ഓ, മിണ്ടാതിരിക്കും മനുവേട്ടാ, എങ്ങനെയെങ്കിലും ഇവിടെ തട്ടിമുട്ടി അങ്ങ് നിന്ന് പോട്ടെ. നമ്മളിനി ഓരോന്ന് പറഞ്ഞ് ഇവിടെ നിലക്കി പറിച്ച് വരണ്ട. എന്തായി നിന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള യുദ്ധം? രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ? കണ്ടുമുട്ടിയിട്ടൊന്നുമില്ല. രണ്ടുപേരും ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഭയങ്കര പ്രശ്നം തന്നെ ഇവിടെ, ഭയങ്കര പ്രശ്നം. പിന്നെ കുറേ കാര്യം പറയാനുണ്ട് മനുവേട്ടാ.
ഉം ദേ നല്ല മാറ്റം ഉണ്ട് കേട്ടോ രോഹിതേട്ടന്. ആ അത് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. രോഹിത്തിന് നല്ല മാറ്റം ഉണ്ടല്ലേ? അലീനെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചായിരുന്നു. അലീന എന്നോട് പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തല്ലേ? എന്നിട്ടാണോ ഇപ്പൊ എന്നോട് ചോദിച്ചത്? ഓ, എന്റെ പൊന്നു പെണ്ണേ, അവളെ വിളിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, എന്തിയെ ബബിതയൊക്കെ? ബബിതേച്ചി കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആവുക. ബബിത കോളേജിൽ പോകാൻ റെഡി ആവുകയാണോ? അവൾക്ക് നല്ല ബുദ്ധിയൊക്കെ തോന്നിയോ? അലീന ചേച്ചി ഈ വീട്ടിലുള്ളപ്പോ ആർക്കാ നല്ല ബുദ്ധി തോന്നാത്ത മരുവേട്ട? അതുകൊണ്ടാ ബബിതേച്ചിക്ക് നല്ല ബുദ്ധി തോന്നിയത്. അലീന ചേച്ചിയോടെ ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട് ഇപ്പം. നമ്മുടെ ബബിതേച്ചിക്ക് ക്രഷോ? ആ, സ്നേഹം ഉണ്ടെന്നേ, ക്രഷ് ഉണ്ടെന്നേ. നല്ല മാറ്റമുണ്ട് ബബിതേച്ചിക്ക്. അലീന ചേച്ചിയോടെ നല്ല രീതിയിലാ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. തിരിച്ച് അമ്മയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുമുണ്ട്. നല്ല മാറ്റം. ആഹാ, അത് കൊള്ളാലോ. നിന്റെ അലീന ചേച്ചി ആയിരിക്കുമല്ലേ മാറ്റിയെടുത്തത്. അപ്പോഴത്തേക്കും അലീന വരികയാണ് കേട്ടോ. അലീന വന്നപ്പോഴത്തേക്കും മനു ഇങ്ങനെ നിൽക്കുന്നു. മനുവിനെ കണ്ടതോ മനുവേട്ടൻ വന്നോ എന്ന് പറഞ്ഞിങ്ങനെ വരാം. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.